അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബക്ക് അവാർഡ് നൽകുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞു വന്ന ഫൈസലിന് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. എന്താണെന്നറിയില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഞാൻ കൂട്ടി. പാവം ആ പെണ്ണിനെ ഞാൻ കഷ്ടപ്പെടുത്തി. പഠിച്ചോനെ, എന്തിനായിരുന്നു അതൊക്കെ? എന്നാൽ ഷമ്മാസിനും ഉമ്മക്കും ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിരുന്നത്. മോനെ, എന്നാലും അൽഹംദുലില്ലാ, പടച്ച റബ്ബേ, ഞാൻ വിചാരിച്ചു വെക്കണം നടക്കണുണ്ട്. ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യം കൂടി നടന്നാൽ മതി. അതെന്തോ ഉമ്മ? ഷമ്മാസ് അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഒന്ന് പോടാ, കളിയാക്കാതെ. എന്താണെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയാം. എന്നാലും ഉമ്മ പറയുമ്പോൾ അതിൽ പ്രത്യേക ഒരു രസമല്ലേ? ഇനിയിപ്പോൾ എത്ര ദിവസം കാത്തുക്കണമെന്നാവോ? അപ്പോഴാണ് ഷമ്മാസ് അതോർത്തത്. പഠിച്ചോനെ, ഇതുവരെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിനങ്ങനെ നടക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ്റെ കൂടെ ആരെങ്കിലും ഒരു പെണ്ണുങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഫൈസൽക്ക ഒറ്റക്കാണ്, തനിച്ചാണ്. എന്തൊക്കെയോ ഒരു വിഷമം അദ്ദേഹത്തിൽ ഉണ്ട്. എന്തായാലും നുസൈബയുടെ ആ പ്രോഗ്രാമിന് ഫൈസൽക്ക വരാത്തത് നന്നായി. വന്നിരുന്നെങ്കിൽ അതെല്ലാം കാണുമ്പോൾ എന്തായാലും വിഷമമായിരുന്നു. ഉമ്മാൻ്റെ ആ ഒരു സംസാരവും അതൊക്കെ എന്തായാലും ഭാഗ്യം. ഫൈസൽ ആ പ്രോഗ്രാമിന് വന്നിട്ടില്ല എന്നാണ് ഷമ്മാസും ഉമ്മയും വിചാരിക്കുന്നത്. ഷമ്മാസ് ചോദിച്ചു, എന്നാലും ഉമ്മ, ഫുഡ് അത് കുറച്ച് എമൗണ്ട് നല്ലല്ലോ അതിന് വേണ്ടി വരിക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലല്ലേ? എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഇപ്പം അത് അവരുടെ കോളേജിൻ്റെ വകയാണോ അതോ എനിക്കറിയുന്നില്ല. അവർ പറഞ്ഞു അല്ല, സ്പോൺസറിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഉമ്മ, എന്താഗ്രഹത്തിലാണ്, എന്തുദ്ദേശത്തിലാണ് അതവരെല്ലാവർക്കും കൊടുത്തത്? അതെന്തായാലും പഠിച്ച ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. അതന്നെ മോനെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നെയ്യത്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കാനും ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഏതാണാവോ നല്ല മനസ്സിൻ്റെ ഉടമ. ഫൈസലിന് എന്തൊക്കെയോ ഉമ്മയോടും ഷമ്മാസിനോടൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ യാതൊരു രീതിയിലുള്ള ഒരു സ്കോപ്പുമില്ല. കാരണം എന്താ? താനായിട്ട് ഒഴിവാക്കിയതാണ് അവളെ, താനായിട്ടാണ് പറഞ്ഞയച്ചത്. പിന്നെ ഇപ്പോൾ ആരോട് എന്ത് പറയാൻ? ഉമ്മയൊക്കെ കഴിയുന്ന വിധം എന്നോട് പറഞ്ഞു, മോനെ ഫൈസലേ, ഈ കളിക്കുന്നത് ചില്ലറ കളിയല്ല കേട്ടോ, തീക്കളായിട്ട് ഈ കളിക്കുന്നത്. അതെ, ആ നല്ലൊരു പെണ്ണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ അനുഭവിക്കും, നോക്കിക്കോ. ഓളെങ്ങാനും ഒഴിവാക്കി കളിയെ അല്ലെങ്കിൽ അവളോട് ഇങ്ങനെ പെരുമാറി ചെയ്താൽ ഈ അനുഭവിക്കൂടാ, നോക്കിക്കോ. ഉമ്മ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യം. അതെ, ഞാനത് അനുഭവിച്ചു. കുറച്ചൊന്നുമില്ല, ഒരുപാട് അനുഭവിച്ചു. ഷാനിയെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അവളെനിക്ക് സ്നേഹം വാരിക്കോരി തന്നു. ഫൈസൽക്ക എന്നൊക്കെ വിളിച്ച് അങ്ങോളം എന്നെ സ്നേഹിച്ചു. പക്ഷേ അവൾക്കതെന്നോടുള്ള സ്നേഹമായിരുന്നില്ല, വെറും അഭിനയമായിരുന്നു എന്ന് തോന്നി. അവൾക്ക് വേണ്ടി ഒരുപാട് ക്യാഷുകൾ ഞാൻ ചിലവാക്കി. ഇക്ക, എനിക്ക് അത്ര കടണ്ട്, ഇത്ര കടണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങ് സോപ്പിട്ട് കൂടി. അവളെ ഞാൻ മാരേജ് ചെയ്തു, രജിസ്റ്റർ മാരേജ്. അവളുടെ കടങ്ങളെല്ലാം ഞാൻ വീട്ടിൽ കൊടുത്തു. പതുക്കെ അവളുടെ സ്വഭാവം മാറി തുടങ്ങി. അപ്പോഴേക്കും അവളുടെ കടങ്ങളെല്ലാം വീടിയിരുന്നു. പെണ്ണുങ്ങൾ ഇത്രക്കും വലിയ ചതിയന്മാരാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല. അവൾ വളരെയധികം സ്നേഹത്തോടെ എന്നോട് പെരുമാറി. കാരണം മറ്റൊന്നും അല്ലായിരുന്നു, എൻ്റെ സമ്പത്ത് മോഹിച്ചിട്ടായിരുന്നു അവൾ എൻ്റെ കൂടെ കൂടിയത്. എൻ്റെ കയ്യിലുള്ള പൈസ അത് മാക്സിമം ഊറ്റിയെടുക്കുക. ഞാൻ അവൾക്ക് കണക്കും കയ്യുമില്ലാതെ കൊടുത്തു. അവളുടെ ഫാമിലിക്ക്, അനിയത്തിക്ക്, ജ്യേഷ്ഠത്തിക്ക്, കൂട്ടുകാരിക്ക് എന്ന് പറഞ്ഞ് പല ദിവസങ്ങളിൽ എന്നെക്കൊണ്ട് 5000 10,000 ബാങ്കിലേക്ക് അങ്ങനെ ഇടയിപ്പിച്ചു. ഏകദേശം ഒരുപാട് സംഖ്യ അവൾ എന്നിൽ നിന്ന് കവർന്നെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? ചോദിച്ചാൽ തന്നെ ഞാൻ കൊടുക്കാനും റെഡിയായിരുന്നു. എത്രക്കും വലിയൊരു പെടൽ. പിന്നീടാണ് ഞാൻ ആ മെസ്സേജെല്ലാം കാണുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് അവളോട് പതിയെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങി. അന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഫസ്ന വന്നത്. ഫസ്നയും എന്നോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നവളായിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഒരുപാട് ഷാനിയെ പോലെ തന്നെ അവളും എന്നെ സ്നേഹിച്ചു. അവളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കി. അവളുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു, അവളുടെ ഉമ്മ മാത്രം. പാവപ്പെട്ട ചെറിയ വീട്. അവളുടെ തൊലിവെളുപ്പിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി.
വളരെയധികം സൗമ്യമായ പെരുമാറ്റവും തന്നോടുള്ള സ്നേഹവും, അത് അവൾ എന്നെ മാത്രം വിശ്വസിക്കുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അവൾക്കും ഞാൻ ഒരുപാട് സഹായങ്ങൾ നൽകി. അവളുടെ വീട്ടിലേക്ക് വീട് നന്നാക്കാനുള്ള ക്യാഷ്, വസ്ത്രം വാങ്ങാനുള്ളത്, ഭക്ഷണം വാങ്ങാനുള്ളത്, പല പല ദിവസങ്ങളിൽ അവൾക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തു. അവൾ പറയും, ഫൈസൽക്ക ഇന്ന് ഷോപ്പിൽ നിന്ന് പോയിട്ട് കുക്കിംഗ് ചെയ്യാനൊന്നും കഴിയണില്ല, ഉമ്മാക്കാണെങ്കിൽ സുഖമില്ല. അപ്പോൾ എന്താടി, നിനക്ക് എന്താ വേണ്ടത്, ഞാൻ വാങ്ങിത്തരൂലേ, നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഓർഡർ ചെയ്യേ. അങ്ങനെ മന്തിയായിട്ടും ബിരിയാണി ആയിട്ടും പിസയായിട്ടും കേക്കായിട്ടും അങ്ങനെ പല പല ഐറ്റംസ്, ഓരോ സാധനങ്ങൾ അവൾ ഓർഡർ ചെയ്യും. അതിൻ്റെ ക്യാഷൊക്കെ പേ ചെയ്യുന്നത് ഞാനും. വളരെയധികം വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് അവൾക്കെല്ലാം കൊടുത്തത്. കാരണം അവൾക്ക് എന്നിൽ അത്രയ്ക്കും സ്നേഹമുണ്ടായിരുന്നു. എല്ലാം വിശ്വസിച്ച് ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. അത് മറ്റൊന്നുമല്ല, എൻ്റെ പാർട്ട്ണറോടൊപ്പം അവൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം അതെന്നെ വല്ലാതങ്ങ് തളർത്തി. അത്രക്കും സ്നേഹം ഞാൻ അവൾക്ക് വാരി കോരി കൊടുത്തിട്ടും അവൾ ചതിക്കുകയായിരുന്നു എന്നെ. അവൾ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ വിചാരിച്ചു. അവൾ പലവട്ടം പറഞ്ഞു, ഇക്ക, ഫൈസൽക്ക, നിങ്ങളില്ലാത്തൊരു ജീവിതം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഇക്ക, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ചിലവിലാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത് തന്നെ. ഞങ്ങളുടെ വീടും കാര്യങ്ങളും എല്ലാം ശരിയാക്കിയത് നിങ്ങളല്ലേ. അതുപോലെ എന്നും ഞങ്ങളോടൊപ്പം ജീവിതത്തിൽ നിങ്ങളുണ്ടാകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്ക, നിങ്ങൾ തന്ന ക്യാഷൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുട്ടോ. ഒരുപാട് കടങ്ങൾ വീട്ടി. അപ്പോഴൊക്കെ ഞാൻ അവളോട് പറയും, ഫസ്നമോളെ, എന്താ പെണ്ണ നീ അതൊക്കെ നിനക്ക് കണക്കെടുത്ത് പറയാനേ? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിനക്കല്ലാതെ പിന്നെ ആർക്ക് തരാനാണത്? എന്ത് ചോദിച്ചാലും ഞാൻ വാരിക്കോരി തരൂലേ, നീ എന്തിനതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? ഒരിക്കലും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഇക്ക, നിങ്ങളുടെ സ്നേഹം എനിക്കറിയാലോ, അത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാം പെണ്ണേ. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ പോരെ, നീ വിഷമിക്കുകയേ വേണ്ട. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്നെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ. പിന്നെ ക്യാഷ് അങ്ങനെ വരും പോവും, അതൊന്നും വിഷയമാക്കണ്ട. ചെയ്തതൊന്നും എടുത്തിങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. നീ എൻ്റെ പെണ്ണല്ലേ, എൻ്റെ സ്വന്തം. ഇക്ക, അത് പിന്നെ പറയാനുണ്ടോ? മരണം വരെ അങ്ങയോടൊപ്പം ഞാനുണ്ടാകും. അങ്ങയുടെ മക്കളെ എനിക്ക് പ്രസവിക്കണം. അത് കേട്ട് ഫൈസൽ വല്ലാതെ അങ്ങ് പുളകിതയായി. അതെ, അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. ഞാനതൊരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ പിന്നീട് കണ്ട ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച, ഹേയ്, എല്ലാവരും ചതിയന്മാരാണ് ദുനിയാവിൽ, എല്ലാ പെണ്ണുങ്ങളും എന്നെനിക്ക് തോന്നിപ്പോയി. ആ ഒരു ദയനീയമായ ആ കാഴ്ച, അതും എൻ്റെ പാർട്ട്ണറുടെ കൂടെ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ദേഷ്യത്തോടെ ഫസ്ന എന്ന് വിളിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി, ഹേയ്, എന്തിന്? അവളെൻ്റെ ആരുമല്ലല്ലോ. അവൾക്ക് ഒരു പക്ഷേ എല്ലാവരും അതുപോലെ അവകാശപ്പെട്ടതായിരിക്കാം. പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു അവൾ എൻ്റേത് മാത്രമാണെന്ന്. അവൾ പലരുടെയും ആയിരുന്നു എന്നുള്ള സത്യം ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. തല തല്ലി മരിക്കണമെന്ന് തോന്നിപ്പോയ നിമിഷം. അപ്പോഴാണ് ഉമ്മയെക്കുറിച്ച് ഓർത്തത്. ഉമ്മ പറഞ്ഞത്, മോനെ, നീ ഇതിനൊക്കെ അനുഭവിക്കട്ടോ. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ആ പാവപ്പെട്ട നിഷ്കളങ്കയായ കുട്ടിയെ നീ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള പഠിച്ചോൻ ദുനിയാവ് തന്നെ തരും, നോക്കിക്കോ. അല്ലെങ്കിലേ പഠിച്ചവനോട് മാപ്പ് പറഞ്ഞ് വേഗം അവളെ തിരിച്ചു കൊണ്ടുപോവാ. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ജീവിക്ക്, മറ്റുള്ളവരോട് ഒഴിവാക്ക്. ഉമ്മ, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഒരാളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങളൊക്കെ കയറി വരുന്നത്? ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ വന്ന് നിരങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഫൈസലിന് അത് തീരെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ കുറച്ചുണ്ട്. അന്ന് ഞാൻ ഉമ്മയോട് ആ പറഞ്ഞ വാക്കുകൾ എനിക്കൊരിക്കലും പടച്ചിറമ്പ് പുറത്തു തരില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഫസ്നയ്ക്ക് നല്ല വീടായി, അവരുടെ കടങ്ങളെല്ലാം വീടി, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ നേടിയെടുത്തു. ഷാനിയും അതുപോലെ തന്നെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീങ്ങി. അതെന്നിലൂടെ കാര്യം കഴിഞ്ഞു. ഷാനിയുടെ സ്ഥിതിയും അതുതന്നെ. ഫസ്നയുടെ കെണിയിൽപ്പെട്ട് ഞാൻ ഷാനിയെയും കുറച്ച് ബുദ്ധിമുട്ടാക്കി. പക്ഷേ അപ്പോഴേക്കും ഷാനി മറ്റൊരാളുമായി സെറ്റായിരുന്നു. അവർ ഒരുമിച്ച് ജീവിക്കുകയാണത്രേ ഇനി.
എൻ്റെ എത്രയെത്ര ക്യാഷ് ആരോർക്ക് വേണ്ടി ഞാൻ മുടക്കി. എന്തിനായിരുന്നു അതൊക്കെ? ഒരു വിഭാഗം ഷാനിക്ക്, മറ്റൊന്ന് ഫസ്നയ്ക്ക് എത്രയെത്ര ക്യാഷ് പോയി. അതൊന്നും എനിക്ക് ഖേദില്ല. അവസാനമായി അവരെന്നെ ചതിച്ചതാണ് എനിക്ക് താങ്ങാൻ കഴിയാതിരുന്നത്. അതെനിക്ക് തന്ന ശിക്ഷ തന്നെയാണ് പടച്ചിറമ്പ്. ഉമ്മ പറഞ്ഞതുപോലെ മോനെ ഇതിനൊക്കെ അനുഭവിക്കട്ടോ. അങ്ങനെയൊന്നും ചെയ്യല്ലേട്ടോ. ആ പാവം പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ പാടില്ലടാ. എത്രമാത്രം പാവങ്ങളാണ് ഒറ്റങ്ങൾ. നീ ചെയ്യുന്നത് ശരിയാണോടാ? എത്ര ദിവസം നിന്നെ ഞാൻ അവളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നീ തിരിഞ്ഞു നോക്കിയോ? എനിക്കിഷ്ടമല്ല അവളെ. എന്തിനാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ എൻ്റെ മേൽ വെച്ച് കെട്ടുന്നത്? എനിക്കൊട്ടും ഇഷ്ടമല്ല. ഫൈസൽ അതെല്ലാം ഓർത്തു. അതെ, ഞാൻ ഉമ്മയോട് കയർത്ത് സംസാരിച്ചത്. ഉമ്മ എന്നോട് പറഞ്ഞത് അവസാനം എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അതുതന്നെയാണ് മനസ്സ് വല്ലാതെ നീറിപ്പുകയുന്നു. ഒരുപാട് ഞാൻ അനുഭവിച്ചു. അത്രക്കും പഠിച്ചവനെ എന്തിനാണ് എന്നെ പരീക്ഷിച്ചത്? ശരിയാണ്, എൻ്റെ അപരാധങ്ങളാണ് എല്ലാത്തിനും തല വെച്ച് കൊടുത്തത് ഞാൻ തന്നെയാണ്. ഒരിക്കലും പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. അതെല്ലാവരെയും എന്ന് ഞാൻ പറയുന്നില്ല. പാവം നുസൈബ, അവൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. ഞാൻ ആക്സിഡൻ്റായി ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഞാനിവിടെ കിടന്ന സമയത്ത് അവൾ എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തരും, ഭക്ഷണം വാരിത്തരും. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നിർവഹിച്ചു. അതെല്ലാം അവൾ വൃത്തിയാക്കും. കൊച്ചു കുട്ടിയെപ്പോലെ ഞാനവിടെ കിടക്കുകയായിരുന്നു. പതുക്കെ അവളുടെ സഹായത്തോടെ ഞാൻ ആക്സിഡൻ്റ് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി അവൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷണവും വെള്ളവും തരും, മെഡിസിൻ മുടങ്ങാതെ തരും. പതുക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്നു. അവളുടെ തോളിൽ കൈയിട്ട്, ഉമ്മയുടെ തോളിലും കൈയിട്ട് ഞാൻ പതുക്കെ വെച്ച് നടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് പോകുവാനോ ഉമ്മയെയോ ഉപ്പയോ കാണുവാനോ അവൾ പോയില്ല. അവൾ എന്നെ ശുശ്രൂഷിക്കുകയായിരുന്നു, പരിപാലിക്കുകയായിരുന്നു. ഏകദേശം നടക്കാനായി തുടങ്ങി. അവൾ എൻ്റെ മുമ്പിലേക്ക് ഭക്ഷണവുമായി വന്നു. ഇക്ക, ഈ ചോറ് കഴിക്കേ. എനിക്കിപ്പോൾ വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല, മെഡിസിൻ ഉള്ളതല്ലേ. ഇത് കഴിക്കേ, തരി, ഞാൻ വാരിത്തരാം. വേണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെന്താ വീണ്ടും മുന്നിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്? ഇക്ക, ഈ ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാനുള്ളതാണ്. അതെന്താ കഴിക്കാത്തത്? നിന്നോടെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂലേ? കൊണ്ടുപോടിയത് എന്ന് പറഞ്ഞ് എൻ്റെ കൈകൊണ്ട് ആ പ്ലേറ്റ് ഞാൻ തട്ടിത്തെറിപ്പിച്ചു. ആ ഭക്ഷണമെല്ലാം നിലത്ത് ചിതറിത്തെറിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ തുടച്ചവൾ ആ പാത്രത്തിലേക്ക് ഓരോ വറ്റും പെറുക്കിയെടുത്തു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. അവളൊന്നും ചീത്ത പറഞ്ഞില്ല എന്നെ. കണ്ണീരൊലിപ്പിച്ചു, അതുമാത്രം. എന്നിട്ട് ഒരിക്കൽ കൂടി എന്നോട് ചോദിച്ചു, ഇക്ക, അപ്പോൾ ഫുഡ് കഴിക്കാതെ മെഡിസിൻ കഴിച്ചാൽ അത് വേണ്ടിക്ക. അവൾ കണ്ണീരോടെയാണ് അത് പറഞ്ഞത്. നീ ഒന്ന് പോടി എന്ന് ഞാൻ വീണ്ടും. പടച്ച റബ്ബേ, അതൊക്കെ എവിടെ കൊണ്ടുപോയി ഞാൻ ഒതുക്കും? അത്രക്കും പാപം ചെയ്ത പാപിയാണ്, ദോഷിയാണല്ല. ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയൊന്നുമില്ല. അവൾ എന്നെക്കൊണ്ട് ഒരുപാട് ഇടങ്ങാറായി, ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു. ഒരുപാട് പാവം. എന്നാൽ ഇന്ന് അവളുടെ വിജയത്തിൻ്റെ കാലമാണ്. അന്നിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് പടച്ചിറമ്പോൾക്ക് വിജയം നൽകിയിരിക്കുന്നു. എന്നാലും എൻ്റെ ഉമ്മയെ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ ഉമ്മ അവൾ ഇതുവരെ പഠിപ്പിച്ചുണ്ടാക്കിയല്ലോ. ഒരിക്കലും ഒരാളോടും പറയാതെ ഉമ്മയുടെ ഇഷ്ടത്തിന്. സത്യം പറഞ്ഞാൽ ആ ഉമ്മയും മരുമകളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, പഠിച്ചവനെ, എനിക്ക് അസൂയ തോന്നാണ്. ഫൈസൽ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട ഉമ്മ ഫൈസലിൻ്റെ അടുക്കലെത്തി. മോനെ ഫൈസുവോ? ആ, എന്താ ഉമ്മ? അല്ല, എന്തപ്പോൾ ഈ ഷോപ്പിക്കും പോണില്ല? എന്താ അവിടുന്ന് പോന്നോ? ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി തുടങ്ങിയ ആ ഒരു ഷോപ്പ്, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞുമ്മ. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒഴിഞ്ഞു പോന്ന പറ്റേ? അതെന്തേ? അല്ല, ഞാനിനി അങ്ങോട്ട് പോകണില്ല. ഒഴിഞ്ഞു പോന്നിട്ടൊന്നുമില്ല. പക്ഷേ അവിടെ നിന്നാൽ ഇനി ശരിയാവില്ല. എന്താ മോനെ? ഷ്യാമോ എന്നാൾ പറഞ്ഞു, ഞാൻ തൊട്ടടുത്തൊരു ഫാൻസി ഉണ്ട്, അതിലൊരു താത്തുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അവനോട് സംസാരിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇപ്പം എന്തി അവിടെ അത്രയ്ക്ക് നല്ല സുഖമായിട്ട്? ഉമ്മ, ഞാനിന്ന് അങ്ങോട്ടില്ല. എന്നെക്കൊണ്ട് കഴിയില്ല അങ്ങോട്ട് പോകാൻ. എന്താ മോനെ, നീ സത്യമായിട്ടും കാര്യം പറയും.
ഉമ്മയോട് ആ ഒരു കാര്യം പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഫൈസലിനെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവനത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉമ്മക്ക് ഏകദേശം കുറേയൊക്കെ പിടികിട്ടി സംഭവങ്ങൾ എന്താണെന്ന്. എന്തോ പ്രശ്നമുണ്ട്, പ്രശ്നമല്ലാതെ അവൻ അങ്ങോട്ട് പോകാതിരിക്കില്ല. കാരണം അതെന്ന് വെച്ചാൽ നല്ല ബിസിനസ്സുള്ള ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടാൾ കൂടി ആയതുകൊണ്ട് തന്നെ എന്താണാവോ ഉമ്മ, അതൊക്കെ ഇനി വേറെ തുടങ്ങണം, അതൊന്നും ശരിയാവില്ല ഇവിടെ. അതെന്താ മോനെ ഈ പറഞ്ഞതിനുള്ള നല്ല ബിസിനസ്സുള്ള ഏരിയയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല കസ്റ്റമറാണെന്നൊക്കെ. പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന് അങ്ങനെ ഇത്? തൻ്റെ പാർട്ട്ണറും ഫസ്നയും തന്നെ ചതിച്ച കാര്യം ഉമ്മയോട് പറഞ്ഞാൽ അതൊരിക്കലും ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അതൊന്നും പറയണ്ട ഉമ്മ. ചില സമയത്ത് കുറച്ച് സമയത്തൊക്കെ നമുക്ക് അവിടെ നിൽക്കാം, പക്ഷെ എന്നും ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഒന്ന് മാറ്റി ചിന്തിക്കണം, ഒന്ന് മാറി പിടിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മാക്ക് മനസ്സിലായി എന്തോ ഒന്നുണ്ട് എന്നുള്ള കാര്യം. പിറ്റേന്ന് രാവിലെ ഷമ്മാസ് ഷോപ്പിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മ അവൻ്റെ കൂടെ തന്നെ എന്നും പോകുന്ന പോലെ ആ കാറിനടുത്തേക്ക് പോയി. തലേന്ന് രാത്രി ഫസീല എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതൊന്നും കണക്കിലെടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ്. നവാസും കുട്ടികളും നുസൈബിൻ്റെ അവാർഡ് കാണാൻ വന്നപ്പോൾ തന്നെ അവൾ ആകെ ഹാലിളകി എന്തൊക്കെ ചെയ്തേക്കണ്. എന്തായാലും നവാസിൻ്റെയൊക്കെ രണ്ടെണ്ണം കിട്ടിയേക്കണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ ഒച്ചൊന്നും പൊന്തണില്ല. ഉമ്മ എന്താ ചെയ്യുക ഇതിനൊക്കെ, എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. മോനെ നീ ശ്രദ്ധിച്ചോ? എന്തുമാ? ഫൈസലിന് നല്ല സങ്കടം ഉണ്ടല്ലോ എന്തോ ഒരു കാര്യത്തിന്, എന്തോ എൻ്റെ ജീവിതത്തിന് പറ്റിയിരിക്കണം. അല്ലാതെ ഓൻ അങ്ങനല്ല. ഓനെ ഒന്നല്ലെങ്കിൽ ഒരു പെണ്ണ് എപ്പോഴും ഓൻ്റെ ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഷാനയാണ്, ഇപ്പോൾ വേറൊരു ഫസ്ന എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ പറഞ്ഞിരുന്ന ആൾ കണ്ടു എന്നൊക്കെ. അങ്ങനെ ഇപ്പം എന്താ അറിയില്ല, വല്ലാതെ ഷോപ്പൊക്കെ പോകണില്ല. ഷോപ്പൊക്കെ അവിടെ ഉണ്ട്. അതെന്തുമ്മ ഷോപ്പിൽ നിന്ന് ഒഴിവായോ? ഒഴിവായിട്ടൊന്നല്ല, അവിടെ ഉണ്ടാകൊണ്ട് തുടങ്ങിയതല്ലേ. അപ്പോൾ എന്തോ അറിയില്ല, അങ്ങോട്ട് ഇനി പോകണില്ല, ഞാൻ വേറെ നോക്കുകയാണെന്നാണ് പറഞ്ഞത്. അതെന്താന്നാവും, എന്തോ ഒന്നുണ്ട്. ഉമ്മ ഇക്കാക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ഒരു ഫസ്ന എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ട് അവിടെ ഫാൻസിയിൽ. അവർ ഭയങ്കര റിലേഷനായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ എനിക്ക് ഇനിയിപ്പോൾ എന്താണെന്നവ സംഭവിച്ചത്. ആ പെണ്ണ് കാണാൻ തിരക്കേടൊന്നും ഇല്ലായിരുന്നു. ഇക്കാക്കൊക്കെ പറ്റിയൊരു പെണ്ണ് തന്നെയായിരുന്നു. ആർക്കറിയാം, എനിക്കും അവനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനും എന്നോട് പണ്ട് കുറേ ഉപദേശിച്ച് കൊടുത്തില്ല, പൊന്നു മോനെ ഈ കടുപ്പം കാട്ടല്ലേ. ഒരാളെങ്കിലും നമ്മൾ കടുപ്പം കാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ തന്നെ ഒരു ശിക്ഷ കിട്ടും. അങ്ങനെ ഉണ്ട്. ഞാൻ ഓനോട് അപ്പോഴേ പറഞ്ഞേക്കണ്, മോനെ ഒരാളെയും നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തിക്കൊണ്ടും വേദനിപ്പിക്കാൻ പാടില്ല. ഇത് എന്തിനാണ് ആ പെണ്ണിനെ എങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കണ്? അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഒരു ഇടങ്ങാറാക്കണല്ലോ. എന്ത് കാര്യത്തിലാണ് റബ്ബേ ആ പാവപ്പെട്ട കുട്ടീനെ ഇങ്ങനെ കാട്ടരുതിട്ട് മോനെ, അനക്ക് ദുനിയാവിൽ തന്നെ കിട്ടിട്ടോ. പറഞ്ഞതുപോലെ എന്തൊക്കെയാ അയക്കണ്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും നീ പുറത്ത് കൊടുക്കല്ല. എനിക്കതേ ദ്വാരക്കാൻ കഴിയുള്ളൂ, എന്നെക്കൊണ്ട് അതേ കഴിയുള്ളൂ. കാരണം എൻ്റെ മക്കളൊക്കെ ഞാൻ നൊന്ത് പ്രസവിച്ച മക്കൾ തന്നെയാണ്. ഓരോരുത്തരും ഓരോ സമയത്ത് വഴി തെറ്റി അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ച് പഠിച്ചവനെ നീ ശിക്ഷിക്കല്ലേ റബ്ബേ. എന്ത് തെറ്റുണ്ടെങ്കിലും നീ പുറത്ത് കൊടുക്കുക റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. അതൊക്കെ നീ കാരുണ്യവാനും കരുണാനിധിയല്ലേ. ഓൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തീർത്ത് കൊടുക്ക്. ഉമ്മ കരയുകയാണ്. ഉമ്മ നിങ്ങൾ കരയല്ലേ, അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിച്ചു നോക്കാം ഈ കാക്കയോട്. ചോദിച്ചു നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് അതിനനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഷമ്മാസിൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. ഷമ്മാസ് വിചാരിക്കുന്നു, പടച്ച റബ്ബേ, അത് നുസൈബയെ തിരിച്ചെടുക്കണം എന്നെങ്ങാനും പറയുകയായിരിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ പഠിച്ചവനെ, ഞാൻ അത്രയ്ക്ക് അവൾക്ക് വാക്ക് കൊടുത്തു പോയി എൻ്റെ നുസൈബാക്ക്. ഇക്കാക്ക് അങ്ങനെ ഒരു ആഗ്രഹം എങ്ങാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ റബ്ബേ എന്നോട് നീ പൊറുക്കണം റബ്ബേ. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അത് ഇക്കാക്കയുടെ ഭാര്യയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പക്ഷേ മനസ്സിൽ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി. അവൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ. മറ്റൊരു പെണ്ണ് ഷമ്മാസിനില്ല. ജ്യേഷ്ഠനും അനിയനും ഒരു പെണ്ണിനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചവനെ എന്തായാലും ഒരു അവസ്ഥ. അത് ഒരു പക്ഷേ ഞാൻ അവൾ നിക്കാഹ് കഴിച്ചാൽ തന്നെ അതറിയുമ്പോൾ അവന് ശത്രുത എന്നോട് കൂടും. എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യാനും മടിക്കില്ല. ജ്യേഷ്ഠനും അനിയനും ഒരു പെണ്ണിനെ സ്നേഹിക്കുക, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, എല്ലാത്തിനും നീ ഒരു പരിഹാരം
ഇറക്കിക്കൊണ്ട. ഞങ്ങൾ മനുഷ്യർക്ക് ഒന്നിനും കഴിവില്ലല്ല, നീ വിധിച്ചതേ നടക്കുള്ളൂ. ഇനി അഥവാ ഇക്ക അവളെ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ, നുസൈബക്ക് അത് സമ്മതമാണെങ്കിൽ. ഒരു നിമിഷം ഷമ്മാസ് അതിനെക്കുറിച്ച് ആലോചിച്ചു. ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ത്യാഗം സഹിക്കേണ്ടി വരും. ഞാൻ ത്യാഗം സഹിച്ചേ മതിയാകൂ. എല്ലാം കണ്ട് വിഷമിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം ഷിഫ പറഞ്ഞിരുന്നു, അവൾക്ക് ഫൈസലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചിന്ത മാറിയിട്ടില്ല. ഒരു മോതിരമുണ്ടായിരുന്നത്രേ ഇക്ക കൊടുത്ത്. ആ മോതിരം വിരലിൽ നിന്ന് ഊരാറേയില്ലായിരുന്നു. ഷിഫയുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീടാണ് ഫൈസൽ എന്ന പേര് എഴുതിയ ആ മോതിരം അവൾ ഒഴിവാക്കിയത്. അവൾക്കത് അത്രക്കും ജീവനായിരുന്നു അത്രേ. ഭയങ്കര ടെൻഷനായിരുന്നു അത്രേ ഇക്ക ഒഴിവാക്കിയപ്പോൾ. അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ. അത് എന്തായിരിക്കും? അവൾക്ക് എന്നോടുള്ള സ്നേഹമാണോ ഇക്കയോടുള്ള സ്നേഹമാണോ കൂടുതൽ? എന്താണാവോ റബ്ബേ? അങ്ങനെയാണെങ്കിൽ ഷമ്മാസ് ഇവിടെ ഉണ്ടാവില്ല. ഞാൻ വീണ്ടും മലേഷ്യയിലേക്ക് തന്നെ പോകും. അതായിരിക്കും എനിക്ക് നല്ലത്. അവരിവിടെ ജീവിച്ചോട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഇക്കാക്കും ഇക്കയുടെ ഭാര്യയ്ക്കും നല്ലത് വരുത്തണേ എന്ന്. ഒരിക്കലും ആരും വിഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിൽ നല്ല വേദനയുണ്ട്, വിഷമമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്ക അവളെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം ഇക്കയിലാണ് സന്തോഷം കാണുന്നതെങ്കിൽ അവർ അങ്ങനെ ജീവിച്ചോട്ടെ. അല്ലാതൊരിക്കലും അവർക്കൊരു ശല്യമായിട്ട് ഞാൻ തുടരുന്നില്ല. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. മനസ്സ് വല്ലാതെ അങ്ങ് വിതുമ്പുന്നു. അവൻ്റെ ആ ഒരു യാത്ര അത് ശരിക്കും സങ്കടമുള്ളതായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസവുമുണ്ട്. തൻ്റെ ഇക്ക നന്നായിട്ടല്ലോ. തൻ്റെ ഇക്കാക്ക് അങ്ങനൊരു ജീവിതം തൻ്റെ ഇക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ ഹിജാബിയെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരിക്കലും ആ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. അതിനു മുമ്പായിട്ട് ഞാൻ പറക്കും. ഒന്നെങ്കിൽ സൗദി അറേബ്യയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ജോലി ചെയ്ത മലേഷ്യയിലേക്ക്. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതും എനിക്ക് റാഹത്താണ്. അല്ലാതെ ഇക്ക വേദനിച്ചുകൊണ്ട് ഇക്കയുടെ ഭാര്യയെ ഞാൻ വിവാഹം കഴിക്കുകയെന്ന് വെച്ചാൽ അതെനിക്ക് അല്പം പ്രയാസമുണ്ട്. സന്തോഷത്തോടെ ഇക്ക എനിക്ക് തരികയാണെങ്കിൽ, മോനെ നീ അവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ, റബ്ബേ അല്ലാഹ് അൽഹംദുലില്ലാ, ഞാൻ നിനക്ക് ശുക്ർ ചെയ്താൽ ഒരിക്കലും മതിയാവില്ല. അങ്ങനെയൊരു മനസ്സ് എൻ്റെ ഇക്കാക്ക് നൽകിയിരുന്നെങ്കിൽ. ഒന്നും പറയാൻ പറ്റില്ല എന്താ ഏതാണ് ഇക്കയുടെ മനസ്സിലുള്ളതെന്ന്. അള്ളാഹുവേ, ഹയറായൊരു തീരുമാനം എൻ്റെ ഇക്കാക്ക് എടുക്കാൻ തോന്നണേ റബ്ബേ. ഷമ്മാസ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതാ പോവുകയാണ്. ഏകദേശം ഷോപ്പിനടുത്തേക്ക് എത്താനായി തുടങ്ങി. ഷമ്മാസിൻ്റെ ആ ഷോപ്പിന് മുമ്പിലായിട്ടതാ കുറച്ച് പെൺകുട്ടികളുടെ ഒരു കൂട്ടം. ഷമ്മാസ് വിചാരിച്ചു, ഏതിപ്പോൾ കാണാത്ത ടൈപ്പ് പെൺകുട്ടികൾ കുറേ. പിന്നീടാണ് അത് മനസ്സിലായത്. പുതിയ കോച്ചിങ്ങിന് വന്നതായിരിക്കും, എൻട്രൻസ് കോച്ചിങ്ങിന്. അതായിരിക്കും അവരെല്ലാവരും കൂടി എന്താ ഈ ഷോപ്പിന് മുമ്പിൽ. അപ്പോഴാണ് ഷമ്മാസ് തോർത്തത്, പഠിച്ച റബ്ബേ, കഴിഞ്ഞ വർഷം ഇതേ ടൈം ഇതുപോലെ ഫാഷൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ. അതിനിടക്ക് ഒരു കറുത്ത വസ്ത്രമിട്ട ഒരു ഹിജാബി. അന്നു മുതലാണ് അവളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരിക്കലും അവളെ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ വസ്ത്രത്തിനോടുള്ള ഒരു ബഹുമാനം, ആ ഒരു ഇഷ്ടം, അവളോടുള്ള പ്രണയവും വല്ലാതെ അങ്ങ് വളർത്തി. പിന്നീടാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ തകർന്നു പോയി. മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് എന്നറിഞ്ഞപ്പോൾ. എന്നാൽ അതിനേക്കാൾ സന്തോഷകരമായ ഒരു വാർത്തയും അറിയാനിടയായി. അവൾ ഡൈവേഴ്സാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്തൊക്കെ തന്നെയായാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവൾ ഡൈവേഴ്സ് ആയതാണെങ്കിലും അല്ലെങ്കിലും അവളെ ഞാൻ സ്വന്തമാക്കും, എൻ്റെ സ്വന്തം ഭാര്യയാക്കും. അന്ന് തീരുമാനിച്ചതാണ് ഷമ്മാസ് അത്. പക്ഷേ ഇതുവരെയായിട്ട് അതെന്നിൽ നിന്ന് പലതവണ തെന്നി മാറിപ്പോകുന്നു. അവസാനമായിട്ട് ഇപ്പോഴിതാ ഒരു ഷോക്ക് കൂടി ഏൽക്കേണ്ട അവസ്ഥയാണ്. തൻ്റെ ജ്യേഷ്ഠൻ വളരെയധികം സങ്കടത്തോടെ തിരിച്ചു വന്നിരിക്കുന്നു. വിഷമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്
എൻ്റെ ഹിജാബിയെ ഒരു പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ തിരിച്ചെടുക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ല, ഞാൻ സങ്കടപ്പെടുന്നു. ഹിജാബി, നീ എനിക്കുള്ളതാണോ അതോ എൻ്റെ ജ്യേഷ്ഠനുള്ളതാണോ? ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പറയാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നുസൈബയെയും ഷമ്മാസിനെയും ഇഷ്ടപ്പെടുന്നവർക്കായി ഒരു ക്വസ്റ്റ്യൻ. അതായത്, നുസൈബ ഇനി ആരുടെ കൂടെ ജീവിക്കണം? ഷമ്മാസിൻ്റെ കൂടെയോ അതോ ഫൈസലിൻ്റെ കൂടെയോ? ആരുടെ കൂടെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം? ഫൈസൽ നല്ലവനായി തിരിച്ചു വന്ന് നുസൈബയെ ഏറ്റെടുക്കുമോ അതോ ഷമ്മാസിന് വേണ്ടി സമ്മാനിക്കുമോ? ഷമ്മാസ് എല്ലാം കണ്ടറിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെ ഫൈസലിന് വേണ്ടി സമ്മാനിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.